Dear students, ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡിൽ വരുന്ന സെർട്ടനിറ്റി ഈക്വലൻ കോയിഫിഷ്യൻ മെത്തേഡ് അല്ലെങ്കിൽ സെർട്ടനിറ്റി ഈക്വലൻ മെത്തേഡ് അല്ലെങ്കിൽ CE കോയിഫിഷ്യൻ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ എന്താണ് സെർട്ടനിറ്റി ഈക്വലൻ കോയിഫിഷ്യൻ മെത്തേഡിൽ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോസിനെ ട്രീറ്റ് ചെയ്യുക, എങ്ങനെയാണ് റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, എൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസ് ഫ്യൂച്ചറിൽ വരുന്നതാണ്. ഫ്യൂച്ചർ അൺസേർട്ടൈൻ ആണ് അല്ലേ? ഈ അൺസേർട്ടൺ ആയിട്ടുള്ള ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോസ് നമ്മൾ ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ അല്ലേ, വെറുതെ ഒരു എമൗണ്ട് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ അതിനെ മുഴുവനായിട്ട് എടുക്കുന്നതിനേക്കാളും അല്ലേ, അങ്ങനെ ആദ്യം നമ്മൾ എമൗണ്ട് പ്രിഡിക്റ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും എന്തായാലും നമുക്ക് കിട്ടും എന്ന് നമുക്ക് ഉറപ്പുള്ള അല്ലേ, എന്ത് രീതിയിലുള്ള റിസ്ക് വന്നാലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ക്യാഷ് ഫ്ലോസ് എത്രയാണോ അതിലേക്ക് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിനെ മാറ്റുന്നു. അതെങ്ങനെ മാറ്റുന്നു? അപ്പം അതിനുവേണ്ടി നമ്മളൊരു സെർട്ടനിറ്റി ഈക്വലൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയും. എന്താ സെർട്ടനിറ്റി ഈക്വലൻ കോയിഫിഷ്യൻ്റ്? ഈ നമ്മൾ വേണമെങ്കിൽ നമുക്ക് അതിനെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്ന് പറയാം. നോട്ട് ഗെറ്റിംഗ് അല്ല, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ഇതിന് പ്രോബബിലിറ്റി എന്ന് ശരിക്കും പറയാൻ പറ്റില്ല, കാരണം ഇത് വേറെ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കത് അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു 80% നമ്മൾ എന്ത് ചെയ്യുന്നു, 0.8 എന്നുള്ളതിനെ സെർട്ടനിറ്റി കോയിഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുന്നു. അല്ല, നമുക്ക് കിട്ടാനുള്ള ശരിക്കുള്ള സാധ്യത 90% കിട്ടാനുള്ള സാധ്യത നമ്മൾ 0.9 എടുക്കുന്നു. 70% ആണ് സാധ്യതയെങ്കിൽ എന്ത് ചെയ്യുന്നു, 0.7 എടുക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ, ഓരോ വർഷത്തിലും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ നമുക്ക് സെർട്ടനായിട്ട് റിസീവ് ചെയ്യുമെന്ന് ഉറപ്പുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, സെർട്ടനിറ്റി ഈക്വലൻ കോയിഫിഷ്യൻ എന്ന് പറയുന്ന ഒരു കോയിഫിഷ്യൻറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ സെർട്ടനിറ്റി ഈക്വലൻ കോയിഫിഷ്യൻ, ഈ സെർട്ടനിറ്റി കോയിഫിഷ്യൻ നിശ്ചയിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിനെയൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആക്കി മാറ്റും, അല്ലെങ്കിൽ സെർട്ടനിറ്റി ഈക്വലൻ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മാറ്റും. അങ്ങനെ ഉള്ള ക്യാഷ് ഇൻഫ്ലോസിനെയാണ് പിന്നീട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നതും ആ ഡിസ്കൗണ്ടിങ്ങിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്തിട്ട് പ്രോജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് CE മെത്തേഡ്. So another simple method of accounting risk in capital budgeting is to reduce expected cash flows by certain amounts. Clear? അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോസിനെ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ക്യാൻ ബി എംപ്ലോയിഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ബൈ എ സെർട്ടനിറ്റി ഈക്വലൻ കോയിഫിഷ്യൻ. ഇതിനാണ് CE കോയിഫിഷ്യൻ എന്ന് പറയുക. ക്ലിയർ? എന്താണ് CE കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് സെർട്ടനിറ്റി ഈക്വലൻ കോയിഫിഷ്യൻ. അപ്പോൾ ഏത് റേഷ്യോ വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് അല്ലേ ഒരു പ്രപ്പോർഷൻ നമ്മൾ എടുക്കുന്നു, ദാറ്റ് മീൻസ് 100 രൂപ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഇപ്പോൾ 90 രൂപ കിട്ടാനാണ് സാധ്യതയെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻ എത്രയാണ്? 0.9 ആണ്. ക്ലിയർ? അതുപോലെ തന്നെ നമ്മൾ 100 രൂപ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ 80% നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻ എത്രയാണ്? 0.8 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോയിഫിഷ്യൻ്റ് ആയിട്ട് അതിനെ മാറ്റുന്നത്. അപ്പോൾ 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ 100 രൂപയ്ക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയിട്ട് ഒരു പെർസെൻറ്റേജ് രൂപത്തിലേക്ക് ഡെസിമലാക്കി മാറ്റുന്നു. അതിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ പ്രെഡിക്റ്റഡ് എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം സെർട്ടനിറ്റി ഈക്വലൻ ക്യാഷ് ഫ്ലോ. അപ്പോൾ ഈ സെർട്ടനിറ്റി ഈക്വലൻ ക്യാഷ് ഫ്ലോസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലി മറ്റുള്ള മെത്തേഡ് അനുസരിച്ച് ഏത് മെത്തേഡാണോ നമ്മൾ എടുക്കുന്നത് ആ മെത്തേഡിൽ ചെയ്യാം. NPV ആണ് NPV, BC റേഷ്യോ ആണ് BC റേഷ്യോ, IRR ആണെങ്കിൽ IRR ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസിന് സെർട്ടൻ ക്യാഷ് ഇൻഫ്ലോ ആക്കി മാറ്റുന്നത് മാത്രമേ ഇവിടെ ആദ്യം ചെയ്യുന്നു. സോ ആസ് കൺവേർട്ട് അൺസർട്ടൻ ക്യാഷ് ഫ്ലോസ് ടു എ സെർട്ടൻ ക്യാഷ് ഫ്ലോ. അൺസർട്ടൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെർട്ടൻ ക്യാഷ് ഫ്ലോ ആയിട്ട് മാറ്റുന്നു. ദെൻ എക്സാമ്പിൾ നോക്കാം. There are 2 projects X and Y, each involving an investment of rupees 40,000. Original investment തന്നിട്ടുണ്ട്, cash outflow 40,000. Then the expected cash inflows and their certainty equivalent coefficients are given. Clear?
അപ്പോൾ ക്യാഷ് ഫ്ലോസും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സിയും തന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ പ്രോജക്റ്റ് എക്സിൻ്റെയും തന്നിട്ടുണ്ട്, പ്രോജക്റ്റ് വൈൻ്റെയും തന്നിട്ടുണ്ട്. ക്ലിയർ? എക്സും വൈയും. ഓക്കെ. സോ 3 വർഷമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കാലാവധി. ക്ലിയർ? എക്സിന് എത്ര കിട്ടുക? 25,000, 20,000 ആൻഡ് 20,000. അതിൻ്റെ സി കോയിഫിഷ്യൻ 0.8, 0.7, 0.9 ആണ്. ക്ലിയർ? വൈ ആണെങ്കിലോ 20,000, 30,000, 20,000 ക്യാഷ് ഇൻഫ്ലോ. അതിൻ്റെ കോയിഫിഷ്യൻ്റ് 0.9, 0.8, 0.7. ഓക്കെ. സോ റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ് ഈസ് 10%. ക്ലിയർ? റിസ്ക് ഇല്ലാതെയുള്ള കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ്? 10% തന്നിട്ടുണ്ട്. സജസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് 2 പ്രോജക്റ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഏത് പ്രോജക്റ്റാണ് നല്ലതെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം? സോ വി നീഡ് ടു കൺവേർട്ട് ദ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ ഇൻ ടു ഇറ്റ്സ് സർട്ടൈൻ ക്യാഷ് ഫ്ലോ. അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ക്ലിയർ സർട്ടൈൻ ക്യാഷ് ഫ്ലോസ്. ക്ലിയർ? അപ്പോൾ സർട്ടൈൻ ക്യാഷ് ഫ്ലോസ് ആയിട്ട് മാറ്റാം. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വേറെ വേറെ ചെയ്യാം കേട്ടോ. ഇയർ കോളം, ക്യാഷ് ഇൻഫ്ലോ കോളം, ദെൻ സി കോയിഫിഷ്യൻ, ദെൻ സർട്ടൈൻ ക്യാഷ് ഫ്ലോ. ക്ലിയർ? അപ്പോൾ 25,000, 20,000 നമ്മൾ എഴുതി, എൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതി, രണ്ടിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20,000, 14,000, 18,000 കിട്ടി. എങ്ങനെയാണ് ഈ എമൗണ്ട് കിട്ടുക ഓരോന്നും? ക്ലിയർ? 25,000 into 0.8, 20,000 into 0.7, ക്ലിയർ? 20,000 into 0.9. ഈ രീതിയിലാണ് എടുക്കുക. ഓക്കെ. ഇപ്പോൾ ഇത് സർട്ടൻ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മാറി. ഏതിൻ്റെ? എക്സിൻ്റെ. ഇനി വൈയുടെ നോക്കാം. വൈയുടെ ഇതുപോലെ നമ്മൾ ഇയർ കോളം 1, 2, 3 എന്ന് എഴുതി. ക്ലിയർ? ദെൻ അടുത്ത കോളം ക്യാഷ് ഇൻഫ്ലോസ് 20,000, 30,000, 20,000 എഴുതി. ഓക്കെ. ദെൻ സർട്ടനിറ്റി ഈക്വലന്റ് കോയിഫിഷ്യൻ്റ് 0.9, 0.8, 0.7 എഴുതി. ഇനി രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 20,000 into 0.9, ദാറ്റ് ഈസ് 18,000. 30,000 into 0.8, 24,000. 20,000 into 0.7, 14,000. ക്ലിയർ? അപ്പം അങ്ങനെ സർട്ടൻ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? 10% ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് NPV ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ? പ്രോബ്ലത്തിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് NPV വെച്ച് ചെയ്യാം കേട്ടോ. ദാറ്റ് ഇസ് എ മോസ്റ്റ് ക്ലിയർ പോപ്പുലർ മെത്തേഡ് ഫോർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ. മോഡേൺ മെത്തേഡിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് NPV ആണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് വർക്ക് കണ്ടുപിടിച്ച് NPV അല്ലെ നെറ്റ് പ്രസൻറ്റ് വർക്ക് കണ്ടുപിടിച്ച് ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമ്മൾ എഴുതി. ഇയർ കോളം. ക്ലിയർ? അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോ. ഈ ക്യാഷ് ഇൻഫ്ലോ എടുക്കുമ്പോൾ ഏതെടുക്കണം? സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആണ് എടുക്കേണ്ടത്. ക്ലിയർ? നമ്മൾ കണ്ടുപിടിച്ച ക്യാഷ് ഇൻഫ്ലോ ആണ് എടുക്കുന്നത്. ആദ്യത്തെ ക്യാഷ് ഇൻഫ്ലോ അല്ല, സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ? സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എടുത്തു. അപ്പോൾ എക്സിൻ്റെ എടുക്കുമ്പോൾ സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ 20,000, 14,000, 18,000 ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, PV ഫാക്ടർ, ക്ലിയർ? PVF എന്ന് പറയുക, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ എന്നും പറയാം. 10% നമ്മുടെ കട്ട് ഓഫ് റേറ്റ്. അപ്പോൾ 10% നോക്കുന്നു. ക്ലിയർ? ഒന്നാമത്തെ വർഷം 0.909 ആണ് ടേബിൾ വാല്യൂ അല്ലേ? രണ്ടാമത്തെ വർഷത്ത് നോക്കുമ്പോൾ 0.826 ആണ് അല്ലേ? മൂന്നാമത്തെ വർഷം നോക്കുമ്പോൾ 0.751 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. എത്രയാണ് പ്രസൻറ്റ് വാല്യൂ വരുന്നത്? 18,118, 11,564, 13,518. ക്ലിയർ? നമ്മൾ എന്തെടുക്കുക? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 43,000. So altogether it will comes to 43,262. Clear? So this is a total less present value of cash outflow, that is 40,000. Clear? So net present value equal to plus 3,262, 3,262. അല്ലേ? അപ്പോൾ ഇത് എന്തായിട്ട് മാറി? റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് എന്നുള്ള കാൽക്കുലേഷനായിട്ട് മാറി. അപ്പോൾ പ്ലസ് 3,262 അല്ലേ? 3,262 നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇനി നമ്മൾ അടുത്തതിലേക്ക് നോക്കാം. ക്ലിയർ? പ്രോജക്റ്റ് വൈയുടെ കേസിൽ. ക്ലിയർ? എന്തൊക്കെയാണ് ഇപ്പോൾ വൈയുടെ കേസിൽ നമുക്ക് വേണ്ടത്? സോ അഗെയിൻ ഇയർ 1, 2, 3 അല്ലേ? 1, 2, 3 നമ്മൾ ഇയർ എഴുതി. ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ എടുത്ത് എഴുതി. ഇവിടെയും സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോ. സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആണ് എടുക്കേണ്ടത്. ക്ലിയർ? 18,000, 24,000, 14,000 എടുത്ത് എഴുതി. ഓക്കെ. ദെൻ ഡിസ്കൗണ്ട് ഫാക്ടർ എടുത്ത് അല്ലേ? ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്കറിയാം, നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞതാണ് അല്ലേ? 10% നിരക്കിൽ. ക്ലിയർ? PV ഫാക്ടർ എടുക്കുമ്പോൾ PVF എത്ര കിട്ടും? 0.909 അല്ലേ? 0.826. ക്ലിയർ? 0.751. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന അതേപോലെ എടുത്ത് ഇവിടെ എഴുതിയാൽ മതി. ഇനി രണ്ടിനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും?
13,362, 19,824, 10,514. ക്ലിയർ? ഇതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോൾ എത്ര വരും? 46,700. സോ ദിസ് ഈസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോ. ക്ലിയർ? ലെസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ 40,000 ഈക്വൽ ടു പ്ലസ് 6,700. അപ്പോൾ ഈ രണ്ട് പ്രോജക്റ്റിൽ ഇനി ഏതാണ് നല്ലത്? സോ പ്രോജക്റ്റ് വൈ ക്യാൻ ബി സെലക്ടഡ് ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് എ ഹയസ്റ്റ് നെറ്റ് പ്രസന്റ് വാല്യൂ. ക്ലിയർ? വെൻ കമ്പയർ ടു എക്സ്. എക്സിനേക്കാളും കൂടുതൽ NPV ഉള്ളതുകൊണ്ട്, പോസിറ്റീവ് NPV ഉള്ളതുകൊണ്ട് project Y can be selected. Okay. So this is how risk adjustment is made in the certainty equivalent coefficient. Clear? So ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതിനെ certainty equivalent coefficient ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. Clear?